അപ്പോൾ ഇന്ന് പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പാസ്റ്റിൽ ആദ്യത്തേതാണ് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളതാണ്. സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 എന്ന് പറയുന്നത് വെർബിന്റെ രണ്ടാമത്തെ ഫോമിനെയാണ് V2 എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മൾ റൈറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റിന്റെ V2 എന്ന് പറയുന്നത് റോട്ട് എന്നുള്ളതാണ്. അപ്പൊ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ V2 എന്ന് പറയുന്നത് വെന്റ് ആണ്. സിങ് എന്നുള്ളതിന്റെ V2 ഫോമോ സാങ്, SANG. ടീച്ച് എന്നതിന്റെ V2 ടോട്ട്, TAUGH. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു ഹി. ഇവിടെ സബ്ജക്ട് ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അവിടെ വന്നിരിക്കുന്ന റോട്ട് എന്നുള്ള വെർബാണ്. അപ്പൊ നമുക്ക് റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണെന്ന് അറിയാം, റൈറ്റ്സ് സിംഗുലർ ആണെന്ന് പറയാം. പക്ഷെ റോട്ട് സിംഗുലറും പ്ലൂറലും അല്ല. അത് അങ്ങനെ പാസ്റ്റിൽ സിംഗുലറും പ്ലൂറലും ഇല്ല. ഏതൊഴിച്ച് എന്ന് പറയണം, വാസും വേറും ഒഴിച്ച് എന്നുള്ളത് എവിടെയാണ്? അത് പ്രസന്റിലാണ്. പാസ്റ്റ് വരുമ്പോൾ വെർബിന്റെ ഒറ്റ ഫോമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റോട്ട് എഴുതി. അപ്പൊ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന ദേ എന്ന് പറയുന്ന സബ്ജക്ട് പ്ലൂറൽ ആണ്. സബ്ജക്റ്റ് പ്ലൂറലാണ് ദേ. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ റോട്ട് കൊടുത്തു, ഇവിടെ റോട്ട് കൊടുത്തു. എന്നാൽ പ്രസന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഹി റൈറ്റ്സ് എന്ന് വരും. സിമ്പിൾ പ്രസന്റിൽ ഹി റൈറ്റ്സ് എന്ന് പറയും. ഇനി ദേ ആണെങ്കിൽ അവിടെ റൈറ്റ്സ് എന്ന് പറയത്തില്ല, ദേ റൈറ്റ് എന്ന് പറയും. അപ്പൊ ഇതിവിടെ പാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ സബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലും വന്നു. പക്ഷെ ഇത് രണ്ടും അങ്ങ് മാറിയിട്ട് ഏത് കൊടുത്തു? റോട്ട് എന്നുള്ളത് കൊടുത്തു. ഹി റോട്ട്, ദേ റോട്ട്. ഇതിൽ വരുന്ന അഡ്വർബുകൾ നോക്കുക. ഒന്ന് യെസ്റ്റർഡേ എന്നുള്ളത് ഇതിൽ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ എഗോ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൽ വരുന്നതാണ്. എ ഫ്യൂ ഡേയ്സ് എഗോ, 5 days എഗോ, 3 months എഗോ, 5 weeks എഗോ, 5 years എഗോ, ഇങ്ങനെ എഗോ ചേർന്ന് വരുന്നത്. മറ്റൊരു വേർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് എന്നുള്ളതാണ്. ലാസ്റ്റ് മാത്രമായിട്ട് വരത്തില്ല. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്ന് വരുന്നതെല്ലാം ഏത് ടെൻസിൽ വരുന്നതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുന്നതാണ്. ഇനി എന്താണ് ഇതിന്റെ യൂസ്? അതോടെ നോക്കാം. To indicate an action that happened in the past. പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി. അപ്പൊ നമുക്ക് പാസ്റ്റ് എന്ന് പറയണമെന്നില്ല, കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയാണ് പാസ്റ്റിൽ കൊടുക്കുന്നത്. വീക്ക് എന്ന് പറയാം. ഇനി നമുക്ക് ഏതാനും ചോദ്യങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം. സീത ഡാഷ് ദ ലെറ്റർ യെസ്റ്റർഡേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലൂ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. കീ വേർഡ് ഉണ്ട്. ഏതാണ്? യെസ്റ്റർഡേ എന്നുള്ളത് വന്നിട്ടുണ്ട്. യെസ്റ്റർഡേ വരുന്നത് എവിടെയാണ്? സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഹാസ് റിട്ടൺ എന്നുള്ളത് എന്താണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്, വരത്തില്ല. പിന്നെ ഹാഡ് റിട്ടൺ പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ പഠിക്കാനിരിക്കുന്നതാണ്. അത് മാത്രം വന്നു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കൂല. പിന്നെ റോട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് വന്നേക്കാം. റൈറ്റ്സ് സിമ്പിൾ പ്രസന്റ് ആണ്, വരത്തില്ല. റോട്ട് സിമ്പിൾ പാസ്റ്റ് ആണ് വരും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റോട്ട്. സീത റോട്ട് ദ ലെറ്റർ യെസ്റ്റർഡേ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹി ഡാഷ് ഷിംല ലാസ്റ്റ് വീക്ക്. ഇവിടെയും നമ്മൾ നോക്കുക, ഏതെങ്കിലും തരത്തിലുള്ള വേർഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ എന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വരണം. ഹാവ് വിസിറ്റഡ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ്, അത് വരത്തില്ല. വിസിറ്റഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്, വരും. ഹാസ് ആൻസർ കിട്ടിക്കഴിഞ്ഞു എങ്കിലും നോക്കുക. ഹാസ് വിസിറ്റഡ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ്, വരത്തില്ല. ഈസ് വിസിറ്റിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ്, വരത്തില്ല. ഏതിന്റെ കൂടെ ചേരത്തില്ല? ലാസ്റ്റ് വീക്കിന്റെ കൂടെ ചേരത്തില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വിസിറ്റഡ് ആണ്. ഹി വിസിറ്റഡ് ഷിംല ലാസ്റ്റ്. ഡാഷ് ഹി ബോറോ ദ മണി യെസ്റ്റർഡേ. എന്തെങ്കിലും വേർഡ് ഉണ്ടോ എന്ന് നോക്കി. ഉണ്ട്, നമ്മളെ സഹായിക്കുന്ന വേർഡ് ഉണ്ട്. യെസ്റ്റർഡേ എന്നുള്ളത് വന്നിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ് വരണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഡ്, ഡസ്, ക്യാൻ, വുഡ്. അപ്പോൾ ഇത് വില്ലിന്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. ക്യാൻ എന്നുള്ളത് പ്രസന്റിൽ കൊടുക്കുന്ന, വരത്തില്ല. ഡസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ്, വരത്തില്ല. ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ഇനി നോക്കൂ, ഡിഡ് മാത്രമാണോ വരുന്നത്? ഇവിടെ ബോറോ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ബോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഫോം ആണ്. ഡിഡ് പ്ലസ് ബോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോവിഡ് എന്നാണ്. ബോറോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം വാങ്ങി എന്നാണ്. ചോദ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ ഓക്സിലറി വെർബ് ആദ്യം വരണമല്ലോ. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഡിഡും ബോറോയും. ആ ഡിഡ് ഇവിടെ കൊടുത്തു. ഡിഡ് ഹി ബോറോ ദ മണി. ആൻസർ ഡിഡ് എന്നുള്ളതാണ്. മിസ്റ്റർ മനോജ് ഡാഷ് ദ വർക്ക് ഇൻ നവംബർ ലാസ്റ്റ് ഇയർ. ഏതെങ്കിലും സൂചന ഉണ്ടോ നോക്കൂ. ലാസ്റ്റ് ചേർന്ന് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ, കഴിഞ്ഞ വർഷത്തെ നവംബർ മാസത്തിൽ. അപ്പൊ കഴിഞ്ഞു പോയതാണ്. സിമ്പിൾ പാസ്റ്റ് വരണം. സ്റ്റാർട്ട് സിമ്പിൾ പ്രസന്റ് ആണ്, വരത്തില്ല. സ്റ്റാർട്ടഡ് സിമ്പിൾ പാസ്റ്റ്
വരും. വിൽ സ്റ്റാർട്ട് ഫ്യൂച്ചർ വരത്തില്ല, സിമ്പിൾ ഫ്യൂച്ചർ വരത്തില്ല. ഹാവ് സ്റ്റാർട്ടഡ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് വരത്തില്ല. അപ്പൊ ആൻസർ സ്റ്റാർട്ടഡ്. ഐ ഡാഷ് ആൻ ഇന്റർവ്യൂ യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാവ് ഫേസ്ഡ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് വരൂല. ഫേസ്ഡ് സിമ്പിൾ പാസ്റ്റ് ആൻസർ ആണ്. ഹാർഡ് ഫേസ്ഡ് എന്നുള്ളത് പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാർഡ് ഫേസ്ഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, വരത്തില്ല. വുഡ് ഫേസ്ഡ്, വുഡ് വന്നിട്ട് നമുക്കിപ്പോൾ മോഡൽ ഓക്സിലറി ആണ് വുഡ് എന്ന് പറയുന്നത്. വില്ല്, വുഡ്, ഷാൽ, ഷുഡ്, അതൊക്കെ നമ്മൾ കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കാണും. അപ്പോൾ ഈ ശേഷം വുഡ് ഫേസ് എന്നേ വരത്തുള്ളൂ, വുഡ് ഫേസ്ഡ് എന്ന് വരത്തില്ല. ഈ ആൻസർ അല്ല. അപ്പോൾ ഫേസ്ഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഇതാണ് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്.